അവകാശങ്ങളുടെ കാവലാളാണ് ഭരണഘടന എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യൻ ഭരണഘടനയുടെ 75-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പാർലമെന്റ് സെൻട്രൽ ഹാളിലെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യത്തെ ഏറ്റവും പവിത്രമായ ഗ്രന്ഥമാണ് ഭരണഘടന എന്നും ഭരണഘടന സാമൂഹിക രാഷ്ട്രീയ മേഖലകളുടെ ആധാരശിലയാണ് എന്നും രാഷ്ട്രപതി പറഞ്ഞു. സമൂഹത്തിന്റെ നെടുംതൂണാണ് ഭരണഘടന. ഭരണഘടനാ മൂല്യങ്ങൾ ഓരോ പൗരനും ഉയർത്തിപ്പിടിക്കണം. വനിതാ സംവരണ ബിൽ, GST തുടങ്ങിയ ഭരണ നേട്ടങ്ങളും രാഷ്ട്രപതി പരാമർശിച്ചു. രാജ്യത്തെ ലോക ശ്രദ്ധയിലെത്തിക്കാൻ ഭരണഘടനാ ശില്പികൾ ദീർഘവീക്ഷണം പുലർത്തി. ഇന്ത്യ ഇന്ന് ലോക ബന്ധുവാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ നീതിയും ഭരണഘടന ഉറപ്പുവരുത്തുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു. പാർലമെന്റിലെത്തിയ രാഷ്ട്രപതിയെ പ്രധാനമന്ത്രിയും ലോക്സഭ, രാജ്യസഭ അധ്യക്ഷന്മാരും ചേർന്നാണ് സ്വീകരിച്ചത്. ഇതേസമയം ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസവും മതേതരത്വവും ഉൾപ്പെടുത്തിയിരുന്നതിനെതിരായ ഹർജികൾ സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. 1976 42-ാം ഭേദഗതി പ്രകാരം സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ ഉൾപ്പെടുത്തിയത് ചോദ്യം ചെയ്ത് BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ഉൾപ്പെടെ നൽകിയ ഹർജികളാണ് സുപ്രീംകോടതി തള്ളിയത്. ആമുഖം ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ട് എന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കെ എന്തിനാണ് ഇപ്പോൾ പ്രശ്നം ഉന്നയിക്കുന്നത് എന്ന് ഹർജിക്കാരോട് ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. വസ്ത്ര സംസ്കാരത്തിന് പുതുമ പകരുന്ന ഫാഷൻ വസ്ത്രങ്ങളുമായി എന്നും അമീർ വെറൈറ്റി കളക്ഷൻ. നിലവാരം, ന്യായവില, വിശ്വസ്തത. വെറൈറ്റി കളക്ഷൻസ്, മാർക്കറ്റിന് എതിർവശം, വിഴിഞ്ഞം റോഡ്, ബാലരാമപുരം.